ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര തുടങ്ങുകയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഉടുപ്പി മാംഗ്ലൂർ സെക്ടറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, കോസ്റ്റൽ കർണാടക. അത് കഴിഞ്ഞ ആ എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിലെ നാടൻ ഭക്ഷണശാലകളിലേക്ക് കുറേ കാര്യങ്ങൾ, രുചി ഭേദങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. സെയിം സെക്ടറാണ്. അപ്പോൾ ഉടുപ്പിയിലാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ രാജധാനിയിൽ തന്നെ രാജധാനി എക്സ്പ്രസ്സിൽ പെട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിയെന്നാണ് വിചാരിച്ചത്. ഒരു 5 ഫുൾ ഡേ ഷൂട്ട്, അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എല്ലാം കൂടെ ഒരാഴ്ച പോകും. ഓക്കെ, അതിലെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, നമ്മൾ രാത്രി 7 മണിക്കായിരുന്നു രാജധാനി പോകുമെന്ന് വിചാരിച്ചത്, ഷെഡ്യൂൾഡ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ പെട്ടെന്ന് അവര് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയില്ല. ഉച്ചയ്ക്ക് 2:40 ട്രെയിൻ ഇവിടുന്ന് സെൻട്രൽ സ്റ്റേഷനിൽ എടുക്കുന്നതാണ് കിട്ടിയ ഇൻഫർമേഷൻ. അതനുസരിച്ച് ഇപ്പം എല്ലാം തിരക്ക് പിടിച്ചിട്ട് ചെയ്ത് തീർക്കുകയാണ്. എന്തായാലും ഇപ്പം മോള് പ്ലേ സ്കൂളിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്യാണ്. അതിന് ഒരു അരമണിക്കൂർ മോളോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് 2 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, അതാണ് വിശേഷം. ദിസ് ദ സെക്കൻഡ് ബാഗ്. അപ്പോൾ ഏതാണ്ട് ഫുൾ നിറച്ചെടുത്തിട്ടുണ്ട്, എല്ലാം ഫുള്ളാണ്. പിന്നെ എൻ്റെ അടുത്ത 2 സെറ്റ് ബാഗ്, എൻ്റെ ചെറുതും വലുതും. ഓക്കെ, അതുമൊക്കെ ഫുള്ളാണ്. പിന്നെ എൻ്റെ കണ്ണാടി എടുക്കണം, മേക്കപ്പ് സാധനങ്ങളൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് 2:40 ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 2 മണി. ഞാൻ മോളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ടാണ് അങ്ങനെ പ്ലാൻ മാറ്റി. മോള് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 മണി ആയിട്ടേ ഉള്ളൂ. നമ്മളിവിടെ അടുത്താണ്, എനിക്കൊരു 10-15 മിനിറ്റിനകത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മുടെ കാറിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മൈല് ദൂരെയാണ് നടക്കണ്ടേ. ഫസ്റ്റ് ക്ലാസ് ഒക്കെ അറ്റത്താണ്, എഞ്ചിന്റെ തൊട്ട് ബാക്കിലാണ്. ഫൈനലി എത്തി. എഞ്ചിന്റെ തൊട്ട് ബാക്കിലുള്ള പോകുന്ന കമ്പാർട്ട്മെന്റ് ആണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ. ഇപ്പം ആരുമില്ല, എല്ലാവരും ഇതിനകത്തുള്ള ബാക്കി 3 ആൾക്കാരും കൊച്ചിയിൽ നിന്നായിരിക്കുന്നത്, എറണാകുളം എന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ മേളിലത്തെ ബർത്താണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സംസാരിച്ചിട്ട് താഴത്തെ ബർത്തിലേക്ക് മാറാം. സോ നെക്സ്റ്റ് ട്രിപ്പ് ഇസ് സ്റ്റാർട്ടിങ്. വീണ്ടും ഒരു ട്രെയിൻ യാത്ര. ഓക്കെ, അതും സെയിം. അന്ന് മാംഗ്ലൂർ ഇറങ്ങി, ഇന്ന് ഉടുപ്പിയിൽ ഇറങ്ങുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അവിടെ നിന്നും ഓൺവേർഡ് ആയിരിക്കും. അങ്ങനെ ട്രെയിൻ യാത്രയുടെ ഒരു സുഖം പഠിച്ചുപോയി. എനിക്ക് പണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ പോകുന്ന വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു. ബട്ട് ഈ രാജധാനിയിലുള്ള യാത്ര ഇഷ്ടമായി. പിന്നെ നമ്മുടെ വന്ദേ ഭാരത് എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ അത് കുളമാകാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. പക്ഷെ വേർത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് മോശമാവും. ഇനി ഒരു 4-5 ദിവസം ഓടാനുള്ളതാണ് ഈ എയർ വെച്ചിട്ട്. ഭയങ്കരമായിട്ട് വേർക്കൊക്കെ വെച്ചാണെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് വാഷ് ചെയ്യേണ്ടി വരും. നല്ല സെറ്റിംഗ് ഒന്നും നടക്കില്ല. വിജിയുടെ അവിടെ പോയി സെറ്റാക്കി വന്നേ. ഇനി സമയമുണ്ട്. ഒരു ഏകദേശം ഞാൻ ഇച്ചിരി നേരത്തെയാണ്, 2:40 ഉള്ളൂ ട്രെയിൻ. 2:20 ആയിട്ടേ ഉള്ളൂ. സോ ഐ ഹാവ് ടൈം. ആസ് യൂഷ്വൽ ഞാൻ ഒറ്റയ്ക്കല്ല, ക്യാമറ വർക്ക് ചെയ്യാൻ ആളുണ്ട്. പുള്ളി അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ട്. എന്നെ അസിസ്റ്റ് ചെയ്യുന്നു, ക്യാമറ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ തന്നെ ഡ്രൈവർ കം അസിസ്റ്റൻ്റാണ്, ശിവയുണ്ട്. അപ്പം 3 ആൾക്കാരായിട്ട് അവർ 2 ആളും വേറെ കമ്പാർട്ട്മെൻറ്റിലാണ്, ഞാനിവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഭക്ഷണം ഉച്ച കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്കൊണ്ട് ഡിന്നർ മാത്രമേ കിട്ടുള്ളായിരിക്കും. അവർ മേ ബി വൈകുന്നേരത്തെ ചായയും റിഫ്രഷ്മെൻറ്റും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഉടുപ്പിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൈ കാർ നമ്മൾ കർക്കല, ദെൻ മൂടബദ്രി, ശൃംഗേരി, അഗംബെ ആ ഒരു റൂട്ട് പിടിച്ചു പോകാനാണ്. പിന്നെ പറ്റുമെങ്കിൽ ഗോകർണം, മുരുടേശ്വർ, ഗോകർണം ലാസ്റ്റ് സ്റ്റോപ്പായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂകാംബിക ദേവിയുടെ അവിടെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 5 ദിവസം കൊണ്ട് എല്ലാം നടക്കില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ട്രിപ്പ് എടുത്താലോ എന്നും ഞാൻ ആലോചിക്കുന്നുണ്ട്, വേറൊരു ദിവസം. ഇതിങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫൈനലി കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ റിട്ടേൺ ബുക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് നിയർ ഗോകർണം. അപ്പോൾ 5 ദിവസത്തെ യാത്ര കഴിഞ്ഞ് 6ാമത്തെ ദിവസം അവിടെ എത്തണം. ഓക്കെ, അതാണ് പ്ലാൻ. അതും രാജധാനി തന്നെയാണ്. അത് രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ. എനിക്ക് താഴത്തെ ബർത്തല്ല കിട്ടിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബർത്ത് ആക്ച്വലി പറഞ്ഞാൽ. പക്ഷേ എനിക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് ഈ സെയിം ബോഗിയിൽ തന്നെ തൊട്ടപ്പുറത്തേക്ക് തരാമെന്ന് പറയുന്നത്. താഴെ അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തെ ബർത്ത് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് മാറും. ഡിസൈഡ് ചെയ്തിട്ടില്ല. മറ്റൊരു രസകരമായ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കോസ്റ്റൽ കർണാടകയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടൻ കടകളൊക്കെ ഒരു ബ്രേക്ക് ജേണി എടുക്കുമ്പോഴാണ് അങ്ങനെ. അത് നല്ലതല്ലേ, ഒരു
മൊണോട്ടണി ബ്രേക്ക് ചെയ്യാൻ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഈ നമ്മുടെ കോസ്റ്റൽ കർണാടകയുടെ ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ സ്ഥലങ്ങളെല്ലാം. പക്ഷേ കൂടുതലും കാണാൻ പോകുന്നത് ജെയിൻ ബസദീസ് ആൻഡ് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അവരുടെ ഭക്ഷണ സംസ്കാരം ഇതെല്ലാം കണ്ടുപോകും. രാത്രി ഉറക്കമാണ് ബുദ്ധിമുട്ട് വരുന്നത്. രാവിലെ 3:20 ഇത് 2 മിനിറ്റ് സ്റ്റേഷൻ നിർത്തുള്ളൂ എന്നാണ് പറയുന്നത് ഉടുപ്പിയിൽ. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് നിസാമുദ്ദീൻ. അപ്പോൾ അത് നമ്മൾ കാർവാറിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തുന്നത്. അപ്പോൾ കുളമായിരിക്കും, ബാത്റൂം ആണെങ്കിലും എല്ലാ കമ്പാർട്ട്മെൻറ്റും ഒക്കെ കുളമായിരിക്കും. ക്ലീനിങ് ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല ആ സമയമാകുമ്പോൾ. പക്ഷെ ഇതിപ്പോൾ ഓക്കെയാണ്. ഓക്കെ, സ്റ്റേഷൻ വരുന്നു. ഓൺ ടൈമാണ് കറക്റ്റ്. യെസ്, വി ആർ ലിവിങ് സെൻട്രൽ സ്റ്റേഷൻ ട്രിവാൻഡ്രം. ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരം വിട്ടു പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ബോച്ചേട്ടൻ്റെ ഓഫീസ് പുറത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. ആ ഏരിയ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അത് ഈ ഒരു റോഡിൻ്റെ അപ്പുറമാണ്. ഓക്കെ, ഇതിൻ്റെ പാരലായിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെയാണ് ബോച്ചേട്ടൻ്റെ ഓഫീസ് വരുന്നത്. ഈ ഭാഗത്ത് അപ്പുറം ആ റോഡിൽ. ഓക്കെ, ഇത് നമുക്ക് റോഡിൽ നിന്ന് പോയാൽ കാണാൻ പറ്റുന്ന റെയിൽവേ ട്രാക്കാണ് ഈ ഭാഗമല്ല. ഇതുവഴിയാണ് എപ്പോഴും വിജയുടെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന വഴിയാണ്, ഫെയർ സലൂൺ റൂട്ട്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് തോട്ട്സായിട്ട് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഈ രാജധാനി പോലെയുള്ള ട്രെയിൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഫാസ്റ്റാണ്. പിന്നെ ഒരുപാട് സ്റ്റേഷൻസ് നിർത്തില്ല. ഇതിപ്പോൾ പേട്ട സ്റ്റേഷനൊക്കെ നമ്മളിങ്ങനെ ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. സോ ഇറ്റ്സ് നൈസ്. ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ എത്ര കാര്യങ്ങളാണ് ഈ ഒരു 5-6 ദിവസത്തിൽ കാണാൻ പോകുന്നത്. എത്ര കൾച്ചറിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, എത്ര ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് കാണുന്നു, ആർക്കിടെക്ചറൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുന്നു, ഭക്തി നമുക്ക് ഭയങ്കര നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു പിൽഗ്രിമേജ് പോലെ അല്ലെങ്കിൽ ഒരു തീർത്ഥാടന യാത്ര പോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. അത്തരം കാഴ്ചകൾ കാണാം, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം, ഭക്ഷണ വിശേഷങ്ങൾ അറിയാം, കഴിക്കാം. കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഭംഗിയുള്ള ടോപ്പോഗ്രാഫിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അറിയാം. പോകുന്ന വഴിക്ക് കുറേ ലേക്സ്, പല പല കായൽ കാഴ്ചകൾ, പാലത്തിലൂടെ കടന്നു പോകും. പച്ചപ്പ് നിറഞ്ഞ, പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പ് കാണാൻ സാധിക്കും. എനിക്ക് മാറ്റി തന്നു. എൻ്റെ ബർത്ത് ഇവിടെ താഴത്തെ ലോവർ ബർത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇനി ആൾക്കാർ കൊച്ചിയിലെ, ഇവിടെയും കൊച്ചിയിൽ നിന്ന് കയറുന്നവരാണ്. അതിൽ ഒരാൾ ഡൽഹി വരെ പോകുന്നതാണ്, ബാക്കി 2 ആൾക്കാർ പൻവേലിലാണ്. ഞാൻ ഉടുപ്പിയിലാണ്. ഇപ്പം അധികം ആളില്ല, സുഖം എല്ലാം ഇങ്ങനെ തുറന്നു കിടക്കുന്നത് ഓപ്പണായിട്ട്. ഇറ്റ്സ് വെരി നൈസ്. മൂവിങ് ട്രെയിനിൽ ഇങ്ങനെ നടക്കുന്നത് രസമാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. യെസ്, ഈവനിങ് സ്നാക്ക് ചായ സമയം വന്നു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചായ കുടിക്കില്ലല്ലോ, അതുകൊണ്ട് ചായയുടെ കപ്പ് ആവശ്യമില്ല. വെള്ളമുണ്ട്. എന്തൊക്കെയാണ് തരുന്നത്? കാലിഫോർണിയൻ ആൽമണ്ട്സ്, ഡ്രൈ ഫ്രൂട്ട്. ഇത് കേട്ടോ, ഇത് പോപ്കോണും കൂടി ഉണ്ട് കേട്ടോ. അതും കൊണ്ട് വന്നിട്ട് പോയി. പിന്നെ എന്തൊക്കെയാ, ഇതൊക്കെ ചോറിയാണെന്ന് തോന്നുന്നു. സ്നാക്ക് ഇതൊക്കെ തന്നെയാണ് മെയിൻ. കെച്ചപ്പുണ്ട്. പിന്നെ ചായ കുടിക്കുന്നവർക്ക് ടീ ബാഗ്സ്, പാൽപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങൾ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സത്യം. ഓക്കെ, എല്ലാ കാര്യവും ഞാൻ പൊട്ടിച്ചു വെച്ചു. റോസ്റ്റഡ് ആൽമണ്ട്സ്, കാരമൽ പോപ്കോൺ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് പറഞ്ഞതേ, ഇത് നമ്മുടെ സോൻ പപ്പടിയാണ് കേട്ടോ. ആൻഡ് ദ കച്ചൂരി വിത്ത് ടൊമാറ്റോ സോസ്. ഓക്കെ, ലാസ്റ്റ് ടൈം ഞാൻ ഈ ട്രെയിനിൽ രാജധാനിയിൽ പോയപ്പോൾ ഞാൻ ഇവരുടെ ഫുഡിനെ കുറിച്ച് ഇങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ നമ്മുടെ ഈ ടീ ബ്രേക്ക് സമയമല്ലായിരുന്നു, നമ്മൾ 7 മണിക്കല്ലേ കയറിയത്. അപ്പം ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് നല്ല പകൽ വെളിച്ചത്തിൽ കാഴ്ചകളും കണ്ട് ഭക്ഷണമൊക്കെ ആസ്വദിച്ച്. കാരമൽ പോപ്കോൺ എനിക്കിഷ്ടമാണ്. അല്ലെങ്കിലും നൈസ്. സോൾട്ടഡ് റോസ്റ്റഡ് ട്രെയിൻ പാസ് ചെയ്യുന്നത്. ആക്ച്വലി നോട്ട് മൈ ഫേവറേറ്റ്, വലിയ ഫേവറേറ്റ് അല്ല. രാജസ്ഥാനി അച്ചൂരീസ്, അകത്ത് ചെറുപയറിൻ്റെ ഒരു മിശ്രിതമാണ്. ഇത് സേവറി ആയിട്ടാണ്, പക്ഷെ ഇതല്ല, സ്വീറ്റ് അല്ല. അതിങ്ങനെ സോസൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല. ഭയങ്കര ഒരു ക്ലബ്സി ഇട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ
വന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അന്നേരം താഴെ വീഴും. സ്വല്പം മധുരല്ലേ. ഓക്കെ, ഒരു മഴക്കോളൊക്കെ ആയിട്ടിരിക്കുവാണ്. നോക്കിയേ, പാടശേഖരങ്ങൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിലെ ചായ സൽക്കാരം എല്ലാം കഴിഞ്ഞു. ഒരു 4:30 മണിയെല്ലാം കഴിഞ്ഞു. കൊക്ക് ഈ ഇവിടെ അടിപൊളി. അതായത് ആ വയലിലൊക്കെ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കൊക്ക് വന്നിരിക്കും. നമ്മൾ കൊച്ചി എത്തിയിട്ടില്ല. എറണാകുളം കഴിയുമ്പോൾ എൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വരും. മഴക്കാലത്തെ കേരളം കാണാൻ എന്താ ഭംഗി. ഇത് നോക്കി, കാർമേഘമൊക്കെ കണ്ടിട്ടായി ഒരു മഴ മൂഡിലാണ്. യെസ്, ഞാനിങ്ങനെ ആസ്വാദനത്തിൻ്റെ ലെവലിൽ ഇരിക്കുവാണ്. ഇനി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടല്ലോ, ആൾക്കാർ ഓപ്പോസിറ്റ്. ഇപ്പം ഞാൻ മാത്രമല്ലേ, അതാണ് സന്തോഷം. ഇവിടെ ഇങ്ങനെ വെല്ലസെ കിടക്കുക പ്രൈവറ്റ് റൂം പോലെ. അപ്പോൾ ഇതിപ്പോൾ രാത്രി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. രാത്രി ഡിന്നർ സെർവ് ചെയ്യും, പിന്നെ ഉറക്കം നടക്കുന്നില്ല. 3:30 എഴുന്നേക്കണം. ഞാൻ മറന്നു പോകും ചിലപ്പോൾ, ഉറങ്ങി പോലും. 2 minutes നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 2 minutes, just 2 minutes എന്നോട് അപ്പോഴത്തേക്കും ചാടി ഇറങ്ങും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഞാൻ എൻ്റെ വലിയ ബാഗെല്ലാം അവരെ ഏൽപ്പിച്ചു. അപ്പോൾ അവരവിടെ നിന്ന് അതുകൊണ്ട് ഇറങ്ങും. ഞാനിവിടെ നിന്ന് ചാടി ഇറങ്ങും, എൻ്റെ ഹാൻഡ് ബാഗ് മാത്രം. 5:30-6 മണിയാകുമ്പോൾ സൺസെറ്റ് ഒക്കെ ആകും. ഇപ്പം തന്നെ അത് മൂടി കിടക്കുകയാണ് അന്തരീക്ഷം. ഒരു മഴമേഘങ്ങൾ കൊണ്ടിങ്ങനെ. വാവ്, തകഴി. ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പാടശേഖരങ്ങളൊക്കെ വഴിയിൽ കണ്ടത്. രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ എറണാകുളം എത്താറായി. ഈ സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ കയറും. ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ഈ ഒരു സെക്ടർ. യെസ്, അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല, കൊച്ചി എത്താറാകുന്നേ ഉള്ളൂ. സോ നിയർ എറണാകുളം. ഒന്നും ചെയ്യാനില്ല. ഞാനിപ്പോൾ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിട്ട് റിസർച്ച് വേണമല്ലോ. നാളെയും മറ്റന്നാളും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളിലായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ കഴിക്കും. ഒരു സന്ധ്യ ആയി രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ യാത്രയിലൊരു കൗതുകമില്ല. പുറത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഇരുട്ടല്ലേ. ഇങ്ങനെ മൂവ്മെന്റ് മാത്രമേ ഉണ്ടാവും. അങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലത്ത് എത്തിയിട്ടുണ്ട്. ഉടുപ്പി സ്റ്റേഷൻ 3 മണിയായിട്ടുള്ളൂ. ഞാനിനി 3rd AC ഭാഗത്തേക്ക് നടക്കുകയാണ്. എൻ്റെ കോ പാസഞ്ചേഴ്സ് കൂടെ വന്ന ആൾക്കാർ അവിടെ ഇറങ്ങി നിൽക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ 20 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20 minutes ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഓടിപ്പോവില്ല, 2 minutes അല്ല. ഓക്കെ, നമുക്ക് സമാധാനമായിട്ട് പോകും. അങ്ങനെ വെളുപ്പാങ്കാലം ഒരു 3 മണിക്ക് ട്രെയിൻ ഇറങ്ങി. 3:30 ആയപ്പോൾ ഇവിടെ എത്തി. രാത്രി ഒന്നും കാണാൻ വയ്യ, ഭയങ്കര ഇരുട്ടായിരുന്നു. ഇത് കർക്കാലയാണെന്നറിയാം. കർക്കാലയിൽ ഏത് ഭാഗമാണെന്ന് നമുക്ക് പഠിക്കുന്നതല്ലോ. അപ്പോൾ കുറേ ഹോട്ടൽസ് റൂം അന്വേഷിച്ച് നടന്നു. എല്ലായിടത്തെയും റിസപ്ഷനിൽ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ തറയിലിങ്ങനെ പാവരി കിടന്നുറങ്ങുകയാണ്. റൂമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അവർക്ക് മടിയാണ്. അങ്ങനെ ഫൈനലി ഇതിപ്പോൾ ഹൈവേയുടെ ഭാഗത്താണ്, മയൂര ഇൻ്റർനാഷണൽ. അന്നേരം ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റൂം തന്നത്. അവർ കുറച്ച് പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്ത്. ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു 3 star ആ കാറ്റഗറിയൊക്കെ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. റൂം ഈസ് ഓക്കെ, AC ആണ്. ബാത്റൂമൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. ഞാൻ പക്ഷേ ഇപ്പോൾ പോകുന്ന സ്ഥലത്തെല്ലാം ടോയ്ലറ്റ് സീറ്റ് ക്യാരി ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഡിസ്പോസിബിൾ ടൈപ്പ്. അതുകൊണ്ട് അങ്ങനത്തെ സേഫ്റ്റിയൊക്കെ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഹനം കയറുന്നു. ഇനിയാണ് കാർക്കാല എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. കാർക്കാല ഈസ് എ ബ്യൂട്ടിഫുൾ ഒരു ടൗൺഷിപ്പാണ്. അതിൽ പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പഴയ ക്ഷേത്രങ്ങളും വസതികളും ആർക്കിടെക്ചറും മാർബിൾസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഉടുപ്പിൽ നിന്ന് വളരെ അടുത്താണ്. ഏകദേശം ഒരു 45 minutes എടുത്തു മാക്സിമം ഇവിടെ എത്താൻ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വരിക, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇവിടുത്തെ മനോഹരമായ ഒരു പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചർച്ച്, ബസിലിക്ക, മൈനർ ബസിലിക്ക, ആത്തൂർ സെയിൻറ്റ് ലോറൻസ് മൈനർ ബസിലിക്ക. ഇവിടെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ടുള്ളവരും പിൽഗ്രിംസ് ആയിട്ടുള്ളവരും ഒക്കെ വരുന്ന ഒരു പള്ളിയാണ്. കാർക്കാലയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അങ്ങനെ ആത്തൂർ, ദാറ്റ് ഈസ് കാർക്കാലയുടെ ഒരു ബോർഡറിലായിട്ടാണ് ഇരിക്കുന്നത് സെയിൻറ്റ് ലോറൻസ് മൈനർ ബസിലിക്ക. 1759 ഇവിടെ ഒരു ചെറിയൊരു ചാപ്പലായിട്ടാണിത് ആദ്യം ഇവിടെ ഉണ്ടാകുന്നത്. അതായത്
ഇതൊരു വളരെ മിറാക്കിളസ് ആയിട്ടുള്ളൊരു ഒറിജിനാണെന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര മിറക്കിൾസിൻ്റെ ഒരു സ്ഥലവും കൂടി ആയിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ ജാതിയിലുള്ള ആൾക്കാർ, എല്ലാ മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ആത്തൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചേർച്ചിൻ്റെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ എല്ലാ ജനുവരിയിലും നടക്കാറുണ്ട്. അപ്പോൾ അത് പല ദേശത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ വളരെ മാസീവായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും വലിയൊരു സ്ട്രക്ചർ വന്നതൊക്കെ പിൽക്കാലത്താണ്. ഇതൊരു ഗോത്തിക് സ്ട്രക്ചറാണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പള്ളിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ആർക്കിടെക്ചറൽ സ്റ്റൈല്, പിന്നെ ഏറ്റവും പ്രധാനം ഇതൊരു മിറക്കിൾസ് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് വിചാരിക്കുന്നത്. നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു ഇടപെടലുണ്ടാകും, റിഡംഷൻ ആൻഡ് പരിഹാരം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു പരിഹാരവും കിട്ടും. അപ്പോൾ അത്രയും ഇതാണ്. പിന്നെ അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഒരു ഒറിജിൻ പറയുന്നത് തന്നെ ഭയങ്കര മിറക്കിൾസ് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. മിറക്കിൾസ് എന്ന് പറയുമ്പോൾ സെയിൻറ്റ് ലോറൻസിൻ്റെ ഒരു വിഗ്രഹം ഇവിടെ സ്റ്റക്കാകുന്നു, അതായത് എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ ഉറയ്ക്കുന്നു. അത് പിന്നെ അതിൻ്റെ ചുറ്റുമാണ് ആ ഒരു ഷ്രൈനിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു, ഈ വലിയ ബസിലിക്ക അല്ല, ഒരു ചെറിയൊരു ഹോളി ഷ്രൈൻ്റെ ചുറ്റും ഒരു ചെറിയൊരു ചേപ്പലുണ്ടാകുന്നു. അതിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ 1759 എത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു സ്ട്രക്ചറായി വരും. ഇത് ഗോത്തിക് സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും വരാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കാർക്കാല വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ആൾക്കാർ പോലും ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. പക്ഷേ വിശ്വാസികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഡെസ്റ്റിനേഷനാണ്. നോക്കിക്കോളൂ, എന്ത് മനോഹരമാണ് കാഴ്ചയിലുമൊക്കെ. ഇതിപ്പോൾ പള്ളി തുറന്നിട്ടില്ല, തുറന്നിരുന്നെങ്കിൽ അകത്ത് കയറി കാണാമായിരുന്നു. ഞാനിപ്പോൾ രാവിലെയാണ് ഇവിടെ വന്നത്. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വന്ന് പ്രാർത്ഥിച്ചു പോകാം. പിന്നെ ഉള്ളിലെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഹിന്ദു ടെമ്പിൾ പോലെയൊക്കെയാണെന്നാണ് പറയുന്നത്. അകത്തെ വിശേഷങ്ങൾ, അകത്തെ കാര്യങ്ങളുമൊക്കെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കാണുന്നതിനെക്കാട്ടിലും ഒരു ഹിന്ദു ടെമ്പിളിനകത്ത് കാണുന്ന പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നത്. ഇവിടെ നോക്കിയ വെളിയിലൊരു വലിയൊരു കൊടിമരമുണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരു നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു സ്വർണ്ണ കൊടിമരം ഇവിടെ കാണാം. ഏറ്റവും മുകളിലായിട്ടൊരു ഹോളി ക്രോസും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഹോളി ക്രോസിൻ്റെ താഴെ ഇങ്ങനെ പൊക്കുക ചെയ്യണ അതെന്ന് പറയുന്നത് ഒരു കീ ആണ്. സെയിൻറ്റ് ലോറൻസിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ നിന്ന് അനക്കാൻ പറ്റാണ്ട് മിറാക്കുലസ്ലി ഇമ്മൂവബിൾ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ലോക്കൽ പ്രീസ്റ്റുകളെല്ലാം അത് ഫോഴ്സ്ഫുള്ളി അവിടെ, അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഇത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷ്രൈനിന് ചുറ്റുമായിട്ട് ഈ ഒരു എക്സാക്റ്റ് സ്പോട്ടിലാണത് സംഭവിച്ചത്. എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ വിഗ്രഹം അവിടെ ഉറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ മിറക്കിളാണ്. ഒരു സ്മോൾ ചാപ്പലിൽ തുടങ്ങി ഇപ്പോൾ ഇത്രയും വലിയൊരു ഗോത്തിക് സ്ട്രക്ചറായി മാറി. ഇവിടെ ടിൻറ്റഡ് ഗ്ലാസസ് ഒക്കെയാണ്, നോക്കിയേ, കണ്ടല്ലേ. ഇതെല്ലാം ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു പള്ളിയുടെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നത് റവറൻ ഡോക്ടർ AP ഡിസൂസ, ബിഷപ്പ് ഓഫ് മാംഗ്ലൂർ, ഈ 1997 അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പ്രേ ഫോർ അസ്. ഈ ആത്തൂർ പള്ളിയുടെ പുറമേ കാണുന്ന മനോഹരമായ സ്ട്രക്ചറാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളിലെ കാഴ്ച കാണിക്കാൻ വേറെ നിർവാഹമില്ല. ഇപ്പോൾ ഓപ്പൺ അല്ല എന്ന് പറയുമ്പോഴും ഓപ്പൺ ആയിരുന്നു. സൈഡിലൂടെ നോക്കുമ്പോൾ ഞാൻ അകത്ത് പോയി ഇന്ന് കണ്ടു. കംപ്ലീറ്റ് ഇൻസൈഡ് റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അകത്ത് അൽത്താരയും അതൊന്നും ഇപ്പോൾ കാണുന്നില്ല, അവിടെ ചില മാറ്റി വെച്ചിരിക്കുമെന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആത്തൂരിലെ ഈ പള്ളിയുടെ അകത്ത് റിനോവേഷൻ വർക്ക് നടക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളിലെ ഷ്രൈനും മറ്റു കാര്യങ്ങളും ഒക്കെ അകത്തുനിന്ന് മാറ്റി വേറൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റാണ്. ഇവിടെയാണ് ഹോളി മാസൊക്കെ ഇപ്പോൾ നടക്കുന്നത്. എല്ലാ ശുശ്രൂഷകളും ഒക്കെ നടക്കുന്ന സ്ഥലം ഇതാണിപ്പോൾ. കാർക്കാല എന്ന് പറയുന്ന ഈ പ്രദേശമെല്ലാം തന്നെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. ഫുട്ട് ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് ആണ് ഇതെല്ലാം തന്നെ ഈ പ്രദേശം. ഇപ്പോൾ സമയം രാവിലെ ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു ടൗണൊന്ന് ഉണർന്നു വരാനായിട്ട് എന്തായാലും 8 മണിയെല്ലാം കഴിയും. അതുകൊണ്ടാണൊരു 8:30 ആയപ്പോൾ ഞാൻ ഇറങ്ങിയത്. നമ്മൾ രാവിലെ വെളുപ്പിന് 3 മണി 3:30 അല്ലേ എത്തി. ചെറുതായിട്ട് 2 മണിക്കൂർ ഉറങ്ങി ഫ്രഷായി കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഒരു ഹോളി പ്ലേസിൽ നിന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ.
അപ്പോൾ എല്ലാം മംഗളമായി നമ്മുടെ ഈ യാത്ര നടത്തിത്തരാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ചർച്ചുകളിൽ തന്നെ ഒരു സീക്രട്ട് തീർത്ഥ കുളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞൊരു ഹിന്ദു ടെമ്പിളുമായിട്ടൊക്കെ ഉള്ളൊരു സിമിലാരിറ്റി ഉണ്ട്. ഒരു സീക്രട്ട് പോണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മതസ്ഥർക്കും വന്ന് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം, അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ നടന്ന് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മിറാക്കുലസ് പോണ്ടിൻ്റെ അവിടെ എത്തുന്നത്. അതായത് സൗത്ത് ഇന്ത്യയിലെ പള്ളികളിൽ വെച്ച് ഒരേ ഒരു ക്ഷേത്രക്കുളം എന്നൊക്കെ പറയുന്ന പോലെ പള്ളിക്ക് സ്വന്തമായിട്ടൊരു മിറാക്കുലസ് പോണ്ട് അല്ലെങ്കിൽ കുളമുള്ള ഒരു പള്ളി ഇത് മാത്രമാണ്. ഇതിനകത്ത് ഫിഷൊക്കെ ഉണ്ട് തോന്നുന്നു. പ്ലീസ് ഡു നോട്ട് ഫീഡ് ദ ഫിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഡോണ്ട് ഡിപ്പ് ഫുട്ട് ഇൻ ദ വാട്ടർ. കാല് നനയ്ക്കരുത്, വെള്ളം എടുത്ത് തലയിൽ ഇങ്ങനെ കുടയുകയൊക്കെ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. മിറാക്കുലസ് പോണ്ട്, ഇതൊക്കെ ഒരു ക്ഷേത്രക്കുളം പോലെ തന്നെ തോന്നുന്നു. അതായത് മതി, കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക്. ഒരു പള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്ഷേത്രക്കുളം അല്ലെങ്കിൽ ഒരു പള്ളിയുടെ സ്വന്തമായിട്ടൊരു മിറാക്കുലസ് പോണ്ട് ഉള്ളത് ഇവിടെ മാത്രമാണ്. അതാണ് ഈ കാണുന്നത്. പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോയാൽ അവിടെ എത്താം. ഹോളി പോണ്ടാണ്. പക്ഷേ ഇത് നമുക്ക് വെള്ളം ഇങ്ങനെ, മീനൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഇവിടെ പൈസയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ, കോയിൻസ്. ഇത്രയേ ഉള്ളൂ. വെള്ളം എടുക്കുക, കാല് നനയ്ക്കരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സീക്രട്ട് പോണ്ട് അല്ലെങ്കിൽ മിറക്കിൾ പോണ്ട് മിസ്സായി പോകുമായിരുന്നു. ഞാൻ അവിടെ എഴുതി വെച്ചിരുന്ന കാര്യം വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് പിന്നെ തിരിച്ച് വന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇങ്ങോട്ട് വന്നത്. കൽപ്പടവുകളാണ് താഴെ, ഇത് സിമെൻറ്റാണ്. ഉള്ളിലെ കാഴ്ച ഇങ്ങനെയായിട്ടാണ് വരുന്നത്. സെയിൻറ്റ് ലോറൻസ് ബസിലിക്കയിലെ ഹാത്തൂരിലെ ഇവിടുത്തെ റെക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ആൽബൻ ഡിസൂസ. ഗുഡ് മോർണിംഗ് ഫാദർ. Good morning. Good morning. That is, I would like to know something about the miracles, and it's very famous for healing and redemption things, and people from all walks of life come here. Yes. And different religion, there is no ban for that also. Yes. Everybody believes in this place, Yes, just yes. like Belangani Mada. Yeah. Something similar. Well, Saint Lawrence Basilica is a very famous shrine and basilica also. Okay. This year we are celebrating the decennial of this basilica because 2016 Pope Benedict declared this as basilica. Okay. There are 4 major basilicas in Rome and this is minor basilica. We have so many basilicas in India and this is national shrine also, dedicated to Saint Lawrence, and very famous in South India for all types of religion, without caste religion, all denominations people come here. And Saint Lawrence is the deacon in France and the martyr also. Then through his intercession, many miracles are taking place in this place. And 300 years of history is there in this place. And this basilica, we have Mother Church and old church, new church also, and that is under renovation now. And here throughout this year, many people, devotees, pilgrims visit this place. And out of that, non-Christians are many. They have great devotion towards this place because of the faith and miracles are taking place. And this is one of the, we can say in the India, all unity. And what we say that among all religions, because this is one of last year during the feast, one of the devout non-Christians said, if we find a or this all people listen comes towards this place is nothing but is the Attur Saint Lawrence Basilica Kartala. Because all religions during the feast last year there were 10 to 12 lakhs people who attended this 5 days of day and night feast. Okay. And that happened in January, third week of January. Every year January. January, yes.
And this is a 5 days feast, non-stop masses. Almost 12 lakhs attended. Almost 10 to 12 lakhs okay. is the calculation of the police. Okay. Yes. And regarding the origin, the initial one, that was a small chapel was built here. That again was a miraculous origin. It's supposed to be that is the story about miracle. that. Yeah. Miracle. Can you just explain? Because Portuguese priests were here and they wanted to build a church here. Okay. And they wanted to find a suitable place. And this statue of Saint Lawrence, this miracle statue, they were roaming here and there and finding the place where to locate the place to build a church. Okay. And during the afternoon, I think they could not find a place and they were taken to rest Oh. and kept the statue there only Okay. and took some rest. And after some rest, they wanted to lift it. While lifting the statue, they could not lift it. Okay. And suddenly the priest said, if this is the place, he said, if this is the place, if God wishes, I will build church here only, he said. Oh. Then only he can lift the statue and the spring came up. Oh, that is the That miracle. is the miracle point. Okay. Okay. Yes. Miracle point. So miracles are taking place and all flocking towards this place. Many people come throughout this year. Okay. Yeah. Even we have novena on Thursday. Oh. Thursday we have novena, and during the days people come here for counseling and prayer service and for other prayers also. During the novena it is 9:30, 10 o'clock to 12:30. We serve meal also during the novena time. And so many, we have testimonies of miracles. We have kept the document and people give testimonies. We are blessed and flavors and all. Thank you. Thank you. Thank you, madam. Thank you. God bless you. God bless your mission also. Okay, thank you. Also blessed. Yes. മെയിൻ ചേപ്പലിൻ്റെ ബാക്കിലായിട്ട് ഏകദേശം ഇതാണ് മിറക്കിൾ സ്റ്റാച്യു ഓഫ് സെയിൻറ്റ് ലോറൻസ്. ഈ സ്റ്റാച്യു ആണ് എടുക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഇതാണ് സ്ഥലമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ഇവിടെയാണ് ഇരുത്തേണ്ടതെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ ഓക്കെ ഇതാണ് സ്ഥലം എന്ന് സമ്മതിച്ചിട്ടാണ് ആ പോർച്ചുഗീസ് പ്രീസ്റ്റുകൾക്ക് ഇവിടെ ഒന്ന് ഇളക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെയാണ് ആ ഹോളി സ്പ്രിങ് അല്ലെങ്കിൽ ആ ഹോളി പോണ്ട് ഇങ്ങനെ വെള്ളം പൊട്ടി വന്നതല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സിസ്റ്റർ മിറാക്കുലസ് സ്റ്റാച്യു ഓഫ് സെയിൻറ്റ് ലോറൻസ് 1839 devotees of Saint Lawrence and a Goan priest intending to locate a worthy place to erect a church in his honor started their journey with a statue of Saint Lawrence invoking his powerful intercession. As they marched along, they came to the foot of a hill by name Parpale. അതാണ് ഇപ്പോഴത്തെ കാർക്കാല. ഓക്കെ, വിച്ച് ലൈസ് നിയർ രാമസമുദ്ര. അപ്പോൾ അവർ ഭയങ്കര ക്ഷീണിതരായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളം ഒരു സ്പ്രിങ് പോലെ കണ്ടപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അവർ അവിടെ റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്ത സമയത്ത് ഈ എന്താ പറയുക സെയിൻറ്റ് ലോറൻസിൻ്റെ ചെറിയ വിഗ്രഹം ഇപ്പം നമ്മൾ കണ്ടില്ലേ, അത് ആ സൈഡിലേക്ക് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ആ സ്റ്റാച്യു എടുക്കാൻ നോക്കുമ്പോൾ സ്റ്റാച്യു എടുക്കാൻ പറ്റുന്നില്ല. അന്നേരം അവിടെ ഫേംലി റൂട്ടഡ് ടു ദ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എഫേർട്ട് കൊണ്ടും ഹ്യൂമൻ സ്ട്രെങ്ത് കൊണ്ടും അത് എടുക്കാൻ പറ്റാണ്ട് വരികയും പിന്നെ അപ്പോൾ പ്രീസ്റ്റ് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗോവൻ പ്രീസ്റ്റ്, ഓ ബ്ലെസ്ഡ് സെയിൻറ്റ് ലോറൻസ്, ഇഫ് ഇറ്റ് പ്ലീസസ് യു ടു റിമെയിൻ ഹിയർ, വൈ ഷുഡ് ഐ പ്രൊസീഡ് ഫർദർ? ഇതാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകണില്ല, ഐ ടു വിൽ റിമെയിൻ, ഇവിടെ നിൽക്കാതെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രെയർ പറഞ്ഞപ്പോൾ പിന്നെ അത് ഇളക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആ സ്റ്റാച്യു ഇളകി വന്നു. എന്നിട്ട് വളരെ ഈസായിട്ട് വന്നു. അതുകൊണ്ടാണ് ഈ ഡിവൈൻ പ്ലേസ് ഇവിടെ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഈ ഡിവൈൻ പ്ലേസ് ഇവിടെ ആയിരിക്കണം എന്നാണ് സെയിൻറ്റ് ലോറൻസിൻ്റെ തീരുമാനം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എ ഹൗസ് ഓഫ് ഗോഡ് ഇൻ ആത്തൂർ തർക്കാല ഉണ്ടാക്കി അവിടെ സെയിൻറ്റ് ലോറൻസിൻ്റെ ഷ്രൈൻ സ്ഥാപിക്കുന്നത്. പിന്നീട് അങ്ങോട്ടൊരു വലിയ വളർച്ചയായിരുന്നു ആത്തൂരിൽ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയ ബസിലിക്കയായി മാറി. അപ്പോൾ ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു മൈനർ ബസിലിക്ക ആണെങ്കിൽ ഒരു ബസിലിക്കയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിബന്ധനകളും കാര്യങ്ങളും. അതിനനുസരിച്ചിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ് ബാക്കി റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നത്. 10 വർഷമായി കഴിഞ്ഞു ഇതിന് മുന്നേ ഉള്ള വർക്കെല്ലാം. ഇവർ സെൻറ്റിനിയൽ സെലിബ്രേഷൻ, അതായത് 10 years സെലിബ്രേഷൻ നടക്കുകയാണ് ഇവരുടെ. ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയാണ് ഹൗസ് ഓഫ് പ്രെയർ, അവിടെ റിനോവേഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് പഴയ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ഇങ്ങനെ ക്ഷേത്രമണികൾ പോലെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ബെല്ല് തൂക്കിയിട്ടേക്കുന്ന കേട്ടോ.
അപ്പോൾ ആത്തൂരിലെ സെയിൻറ്റ് ലോറൻസ് മൈനർ ബസിലിക്കയുടെ വിശേഷങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പ്രാർത്ഥിച്ചു. ഇനി ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകും. നമ്മൾ ആ ബസിലിക്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്, കൃഷ്ണ വൈഭവ. അങ്ങോട്ട് കയറാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, കയറാം. എന്തൊക്കെ? ഇഡ്ലി, വട, ഉപ്പിട്ട്, ആ ചൗച്ചോബ. ഓക്കെ, പുലാവ്. ബ്രേക്ക്ഫാസ്റ്റ് മതി. സ്വീറ്റ് ഏത്? റവ കേസരി. ഓക്കെ, അപ്പോൾ ഒരു ഗുലാബ് ജാമുൻ, ഒരു റവ കേസരി, ഒരു ഉപ്പിട്ട്, പിന്നെ ഏതാ പറഞ്ഞ ഇഡ്ലി വട, പിന്നെ ബൺസ്, മാംഗ്ലൂർ ബൺസ്. ആ പിന്നെ അവരൊക്കെ പറഞ്ഞു വേറെന്തോ ഉപ്പിട അവലൊക്കെ. അത് ക്ഷീര മനസ്സിലായി. ഉപ്പുമാവ് പോലെ അല്ലേ? ഉപ്പിട്ട്. ഇത് പിന്നെ എന്താണ്? ക്ഷീര പോലെ സ്വീറ്റ്. ഓക്കെ, അപ്പൊ അത് എല്ലാം തന്നോളൂ. ഓക്കെ, ഇതാണ് അവലാക്കി. ഓ, അവല് സീര, സ്വീറ്റ് ആൻഡ് സേവറി. ഓ, ഉപ്പുമാവ് വിത്ത്. ഓ, ഓക്കെ. ചൗചൗബാത്ത്. ഓക്കെ, വട, ഉഴുന്ന വട, മേത് വട. ഓക്കെ, മാംഗ്ലൂർ ബൺസ്. യെസ്. ദോശ. എന്ത് ദോശയാണുള്ളത്? മൈസൂർ മസാല ദോശ. ഓക്കെ. കുറുമ. ഓക്കെ. ചട്നി. ഇതൊരു സ്വീറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലേ? ഇത് പറയുന്നേ അവലക്കി. പോഹ, സ്വീറ്റ് പോഹ. ഉപ്പിട്ട്, ദാറ്റ് ഈസ് ഉപ്പുമാവ് പോലെ. ഉപ്പിട്ട് അവിടെ. ഇത് പോഹ ഓൾസോ ഇതിലുണ്ടല്ലേ? ഇത് മിക്സ് ചെയ്താ കഴിക്കുന്നേ? ഓ, ഓക്കെ. അങ്ങനെയും കഴിക്കും, ഇങ്ങനെയും കഴിക്കും അല്ലേ? ഓക്കെ. പോഹ വിത്ത് ಇದು ಕಾಂಬಿನೇಷನ್ ಒಳ್ಳೆ ಆಗ್ತದೆ, നല്ലതാണ്. ഓക്കെ. ಇದು ಮತ್ತೆ ಇದು ಕಾಂಬಿನೇಷನ್ ಒಳ್ಳೆ ಆಗ್ತದೆ. ಓಕೆ. ಈಗ ಪೋಹ ಇಷ್ಟೇ ಇರೋದು, ಅದಕ್ಕೆ ನಾನು ഇതിന് പറയുന്നത് ടോട്ടലി പറയുന്നത് ചൗചൗബാത്ത്, അതായത് ഉപ്പുമാവ് ಮಿಕ್ಸ್ ಮಾಡಬಹುದು. ഓക്കെ. ಮತ್ತೆ ಇದಕ್ಕೆ ನಾವು mix ഓക്കെ, ഉപ്പുമാവ്, അവലക്കി. ಪುಲಾವ್ ಉಂಟು ಬೇಕಾದ್ರೆ ರೈಸ್. ഓ, റൈസ്. ಪುಲಾವ್ ಬದಲು ಪುಲಾವ್. ഓക്കെ. ರಸಲೇರ್ രാവിലെ പുലാവ് കഴിക്കുമോ ആൾക്കാര്? ವೆಜ್ ಪುಲಾವ್. ഓക്കെ. ലഞ്ച് ടൈമിനല്ലേ പുലാവ്? മോർണിംഗ്. ഓക്കെ, ശരി. ഇത് മാംഗ്ലൂർ മസാല ദോശ, മൈസൂർ മസാല ദോശ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മനസ്സിലായല്ലോ. ഇത് ക്ഷീര, അതായത് സ്വീറ്റ് കേസരി വിത്ത് ഉപ്പുമാവ്, ഉപ്പിട്ട് കഴിക്കും. അതുപോലെ അവരൊക്കെ പറഞ്ഞിട്ട് ഇത് അവലിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ട്, അതും ഉപ്പുമാവും കൂടെ മിക്സ് ചെയ്തും കഴിക്കും. പിന്നെ മാംഗ്ലൂർ ബൺസ്. ഇത് നമ്മൾ മാംഗ്ലൂർ ഉടുപ്പി സെക്ടറിൽ ഒരുപാട് കഴിച്ചാണ്. ഇതെല്ലാം ഒരു ഏരിയ ആണല്ലോ, ഉടുപ്പി ഡിസ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമൺ ആയിരിക്കും ഐറ്റംസ്. പിന്നെ നല്ല വലിയ വട. മൈസൂർ മസാല ദോശ എവിടെ പോയാലും കിട്ടും, അതും കോമൺ ആണ്. ഇനി കുറച്ച് പുലാവും കൂടി തരാമെന്നാണ് പറഞ്ഞത്. പുലാവ്. ഇവർക്ക് സ്വന്തമായിട്ട് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. കൃഷ്ണ വൈഭവ പുലാവ്. ഓ, മോർണിംഗ്. ഓക്കെ. വെജ് പുലാവ് രാവിലെ തന്നെ ഇവിടെ. ഓ, ചിലർ ചോദിക്കും ബാംഗ്ലൂർ സൈഡിലുള്ളവരോ. ഓക്കെ. രാവിലെ റൈസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർ വരുമ്പോൾ വെജ് പുലാവും ചോദിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട്. ഇത് ഓപ്പൺ എയർ ആണ്, നല്ല സൈഡ്സൊക്കെ ഓപ്പൺ എയർ, നല്ല കാറ്റും വെളിച്ചവും, നല്ല കാറ്റും കിട്ടും, നല്ല റൂഫൊക്കെ നല്ല ഹൈറ്റിലാണ്. ഇറ്റ്സ് എ വെരി നൈസ് റെസ്റ്റോറൻറ്റ്. കാണുമ്പോൾ തന്നെ എല്ലാം നല്ലതാണ്. മേതുവട, അവളൊക്കെ മധുരമുള്ള പോഹ, ക്ഷീര, ദാറ്റ് ഇസ് കേസരി, ഉപ്പിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ്, ദാറ്റ്സ് മാംഗ്ലൂർ ബണ്ണിൻ്റെ കൂടെ കുറുമയും കൂടി തരും. ബാക്കി എല്ലാത്തിനും ചട്നി ആൻഡ് സാമ്പാർ. ഇത് വെജിറ്റബിൾ പുലാവ്, ചെറിയൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റൈസ് കഴിക്കുന്നവരുണ്ട്, റൈസിൻ്റെ ഐറ്റംസ്. അങ്ങനെ ഇപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും ഇവിടെ മഴ വന്നു പോകുന്നതുകൊണ്ടും കുറേ ഈച്ച ഇങ്ങനെ കിടന്ന് സഞ്ചരിക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നായിട്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ ഒക്കില്ല. അവരത് ഇറ്റ്സ് എൻ ഓപ്പൺ പ്ലേസ്, ആക്ച്വലി ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. സൈഡിലൊക്കെ ഉണ്ട് തെറ്റ്, എന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഇവിടെ, വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഒന്നും കുറയ്ക്കുന്നില്ല, എല്ലാം നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ ഞാൻ എടുത്തു വെച്ചു. ദാറ്റ് ഈസ് മധുരമുള്ള കേസരി ക്ഷീര വിത്ത് ഉപ്പിട്ട് ഉപ്പുമാവ്. അതുപോലെ ഈ ഒരു അവരൊക്കെ എന്തോ പറഞ്ഞാൽ അവരൊക്കെ ദാറ്റ് ഈസ് അവലിലുള്ള സ്വീറ്റ് കഴിക്കാൻ പോകും. യെസ്, തയ്യാറാണ്.
ഇതൊരു കോമ്പിനേഷൻ. ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കാം. മധുരമുള്ള അവലും ഉപ്പുമാവും. ഒരു റയർ കോമ്പിനേഷൻ. നമ്മൾ ഉപ്പുമാവിലും മധുരം പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കില്ലേ, ഇതിൻ്റെ ഒരു മധുരവും ഉപ്പുമാവിൻ്റെ ആ ഒരു എരിവും ഉപ്പും എല്ലാം കൂടെ. വലിയ എരിവൊന്നുമില്ല, ക്ഷീരമായിട്ടുള്ള കോമ്പിനേഷനും അത് തന്നെയാണ്. സ്വീറ്റ് ആൻഡ് സേവറി കോംബോ. എനിക്ക് ഈ കോമ്പിനേഷൻ കുറച്ചും കൂടെ ഇഷ്ടമായത്. കേസരി വൃത്തി ഉപ്പിട്ട് നല്ല പൈനാപ്പിൾ ഫ്ലേവറുണ്ട് കേസരിക്ക്. ഇനി അവരുടെ അല്പം പുലാവാകാം. എല്ലാം ടേസ്റ്റിങ് ആണ് കേട്ടോ. റൈത്ത, വെരി ഡിഫറെൻറ്റ്. നമ്മൾ സാധാരണ കഴിക്കുന്നൊരു പുലാവ് പോലെയല്ല, എന്തൊക്കെയോ പ്രത്യേകത ഉള്ള കേട്ടോ. വെരി നൈസ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുലാവ് കഴിക്കില്ലല്ലോ, പക്ഷേ കുറേ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് കഴിക്കുന്നത്, ലഞ്ച് അതായത് ബ്രഞ്ച് പോലെ റൈസ് കഴിക്കും, വൈകുന്നേരം ടിഫിൻ കഴിക്കും. അങ്ങനെയുള്ള ഒരു കുറേ കമ്മ്യൂണിറ്റീസ് അങ്ങനെ ചെയ്യാറുണ്ട്. മാംഗ്ലൂർ ബൺ, വാ, ഭയങ്കര വലുതാണ്. കുറുമ, അടിപൊളി കുറുമയും മൈസൂർ ബണ്ണും, സൂപ്പർ. നല്ല കോമ്പിനേഷൻ കേട്ടോ, കുറുമയുടെ കൂടെ ബണ്ണ്. എനിക്ക് നമ്മൾ അവിടെ പോയപ്പോൾ കൂടുതലും ചട്നിയുടെ കൂടെയാണ് ബണ്ണ് കഴിച്ചത്, മാംഗ്ലൂരിലും ഉടുപ്പിയിലും. പക്ഷേ കുറുമയുടെ കൂടെ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു നൈസ്, നല്ല കുറുമയും. ഞാനിപ്പോൾ ഓപ്പൺ കഫേയിൽ ഇരിക്കണമെന്നേ ഉള്ളൂ. ഉള്ളിൽ AC ഉണ്ട്. നമുക്ക് ലൈറ്റ് കുറച്ചുകൂടെ ബെറ്റർ പുറത്തിരിക്കുന്നതാണ്, നാച്ചുറൽ ലൈറ്റ്. മുമ്പിലിരിക്കും. ഇതാണ് മൈസൂർ മസാല ദോശ പറയുമ്പോൾ അകത്തൊരു റെഡ് കളറിലൊരു ചട്നി ഉണ്ടാവും. അതൊക്കെ തേച്ചിട്ടാണ് മസാലയോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് ചമ്മന്തി കൊമ്പോ. ഇവരുടെ മസാല വളരെ നല്ലതാണ് കേട്ടോ, വളരെ നൈസ്. ക്രിസ്പി ദോശ. ഇരുന്ന് അല്പം തണുപ്പുള്ളൂ. ഞാൻ എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റാണ് അവിടെ എത്തിയത്. എല്ലാം കരുകരുപ്പായിരുന്നു കൊണ്ടുവന്നപ്പോൾ. അടിപൊളിയാണ്. അപ്പം എല്ലാം കൊള്ളാം. ഗംഭീരം, മസ്റ്റ് ട്രൈ പ്ലേസാണ്. അപ്പോൾ സെയിൻറ്റ് ലോറൻസ് മൈനർ ബസിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരം. നിങ്ങളുടെ കാർക്കാല ട്രിപ്പ് വരുമ്പോൾ ഇവിടെ വരും. അങ്ങനെ കൃഷ്ണ വൈഭവ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങി. മണി ഇപ്പോൾ എത്ര അറിയോ, 10:30 മണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ തൊട്ടടുത്ത് ഒരു ജെയിൻ ടെമ്പിൾ, അവർ ബസുദി എന്നാണ് പറയണേ, അങ്ങോട്ടേക്ക് പോകാം. ഒരു ലേക്കിൻ്റെ നടുക്കാണ്, പക്ഷേ വാഹനം പോകാനായിട്ടൊരു പാലം പോലെയുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ കേട്ടോ, കൃഷ്ണ വൈഭവ. നൈസ് ഫുഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കാർക്കാല വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ